ഗുണ്ടകളും മോഷ്ടാക്കളും പെൺവാണിഭ സംഘങ്ങളുമൊക്കെ അരങ്ങുവാഴുമ്പോൾ പോലീസിലാണ് സാധാരണക്കാരുടെ ഏക പ്രതീക്ഷ. എന്നാൽ വേലി തന്നെ വിളവ് തിന്നാലോ? കേരള പോലീസിനാകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കൊച്ചിയിൽ നിന്നുള്ളത്. അനാശാസ്യ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുകാരായ 2 പോലീസ് ഉദ്യോഗസ്ഥർ കടവന്ത്രയിൽ അറസ്റ്റിലായി. പോലീസിനെ പോലെ തന്നെ നിയമസംവിധാനത്തിൽ പ്രാധാന്യമുള്ളവരാണ് അഭിഭാഷകർ. പത്തനംതിട്ടയിൽ +2 വിദ്യാർത്ഥിനിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തത് ഹൈക്കോടതി അഭിഭാഷകനാണ്. ഞെട്ടിക്കുന്ന ഈ വാർത്തകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പിന് പോലീസ് ഉദ്യോഗസ്ഥർ. കൊച്ചിയിൽ 2 ASIമാർ അറസ്റ്റിലായി. ASIമാരായ ബ്രിജേഷ്, രമേശൻ എന്നിവരെ കടവന്ത്ര പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഒക്ടോബറിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കടവന്ത്രയിലെ ലോഡ്ജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പെൺവാണിഭ സംഘത്തെ പിടികൂടിയതിനെ തുടർന്നുള്ള അന്വേഷണമാണ് പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് എത്തിയത്. അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പിലൂടെ ഇരുവരും സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേരുടെ പങ്ക് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. കൊച്ചി ട്രാഫിക് ഈസ്റ്റ് സ്റ്റേഷനിലെ ASI രമേശൻ, പാലാരിവട്ടം ASI ബ്രിജേഷ് എന്നിവരെയാണ് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരും കടവന്ത്രയിലെ ലോഡ്ജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സംഘത്തിന്റെ ബെനാമികളാണെന്ന് പോലീസ് പറഞ്ഞു. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന അനാശാസ്യ കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് കടവന്ത്രയിലെ ഒരു അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബ്രിജേഷിനും രമേശിനുമെതിരെ തെളിവുകൾ ലഭിച്ചു. അനാശാസ്യ കേന്ദ്രത്തിലൂടെ ഇവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടായതായും കണ്ടെത്തി. തുടർന്ന് 2 പേരെയും കസ്റ്റഡിയിലെടുത്ത് കടവന്ത്ര പോലീസ് ചോദ്യം ചെയ്തിരുന്നു. വൈകുന്നേരത്തോടെയാണ് ASI രമേശിന്റെയും ASI ബ്രിജേഷിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അനാശാസ്യ കേന്ദ്ര നടത്തിപ്പിൽ കൂടുതൽ പേരുടെ പങ്ക് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പെൺവാണിഭ കേന്ദ്രങ്ങളുടെ നടത്തിപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് പുറത്തുവന്നത് സേനയ്ക്കാകെ നാണക്കേടായിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഹൈക്കോടതി അഭിഭാഷകൻ ബലം പ്രയോഗിച്ച് മദ്യം നൽകി ക്രൂരമായി പീഡിപ്പിച്ചതായി പരാതി. പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ കായംകുളം സ്വദേശിയായ ഹൈക്കോടതി അഭിഭാഷകൻ നൌഷാദ് ഒളിവിലാണ്. കേസിൽ പെൺകുട്ടിയുടെ ബന്ധുവും കോന്നി സ്വദേശിനിയുമായ 41-കാരിയെ ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ കേസിൽ 2ാം പ്രതിയാണ്. പത്തനംതിട്ട കോന്നിയിൽ ബംഗാൾ സ്വദേശിനിയായ യുവതിയെ വാടക വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത കേസിൽ 3 അസം സ്വദേശികളും അറസ്റ്റിലായി. കഴിഞ്ഞ വർഷം ജൂൺ 10-നാണ് കോഴഞ്ചേരിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് അഭിഭാഷകൻ നൌഷാദ് ആദ്യം പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. മദ്യം നൽകി മയക്കി അവശയാക്കിയ ശേഷമായിരുന്നു ലൈംഗിക വൈകൃതങ്ങൾക്കും ക്രൂരമായ പീഡനങ്ങൾക്കും ഇയാൾ കുട്ടിയെ ഇരയാക്കിയത്. പെൺകുട്ടിയുടെ പിതാവിൻ്റെ സഹോദരിയുമായി അഭിഭാഷകനുള്ള വഴിവിട്ട ബന്ധമാണ് പെൺകുട്ടിയെയും പീഡിപ്പിക്കുന്നതിലേക്ക് നയിച്ചത്. 1 വർഷം വരെ ക്രൂരമായ ലൈംഗിക പീഡനത്തിനാണ് പെൺകുട്ടി ഇരയായത്. ശരീരഭാഗങ്ങൾ കടിച്ചുമുറിച്ചും പ്രകൃതിവിരുദ്ധ പീഡനത്തിനുമാണ് പെൺകുട്ടി ഇയാൾ വിധേയമാക്കിയെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒത്താശയും ചെയ്തു കൊടുത്തത് കുട്ടിയുടെ ബന്ധുവായ സ്ത്രീയാണ്. കേസിൽ 2ാം പ്രതിയായ ഇവരെ ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തു.
വെക്കേഷൻ കാലയളവിൽ എറണാകുളത്തെത്തിച്ചും അഭിഭാഷകൻ കുട്ടിയെ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കിയിരുന്നു. പീഡനവിവരം പുറത്തു പറഞ്ഞാൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നും വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. അന്വേഷണം ആരംഭിച്ചതോടെ പ്രതി നൌഷാദ് ഒളിവിലാണ്. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കി. കോന്നിയിൽ ബംഗാൾ സ്വദേശിനിയായ യുവതിയെ വാടക വീട്ടിൽ കയറി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 3 അസം സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശികളായ അമീർ ഹുസൈൻ, റബിക്കുൾ, കരിമുള്ള എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ ഒരാളെ കോന്നിയിൽ നിന്നും 2 പേരെ തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിനിടയിലുമാണ് പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ആരാധകരുള്ള യൂട്യൂബറാണ് മണവാളൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ മുഹമ്മദ് ഷഹീൻ ഷാ. ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. തൃശൂരിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന 2 വിദ്യാർത്ഥികളെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് നടപടി. ഏപ്രിലിൽ നടന്ന സംഭവത്തെ തുടർന്ന് ഷഹീൻ ഷാ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഏപ്രിൽ 19 കേരളവർമ്മ കോളേജ് റോഡിൽ സ്കൂട്ടറിൽ വരികയായിരുന്ന 2 വിദ്യാർത്ഥികളെ കാറടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് യൂട്യൂബർ മണവാളനെതിരായ കേസ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തൃശൂർ വെസ്റ്റ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. കേരളവർമ്മ കോളേജിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു മുഹമ്മദ് ഷഹീൻ ഷായുടെ നേതൃത്വത്തിലുള്ള 10 സംഘം ആക്രമണം നടത്തിയത്. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന മണ്ണുത്തി സ്വദേശി ഗൗതം കൃഷ്ണയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി ആക്രോശിച്ചുകൊണ്ട് കാർ ഇടിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കേസ്. കാർ വരുന്നത് കണ്ട് സ്കൂട്ടർ സൈഡിലേക്ക് ഒതുക്കിയെങ്കിലും വാഹനം ഇടിച്ചുകയറ്റി. ഗൗതമിനും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവത്തിലാണ് മാസങ്ങൾക്ക് ശേഷം ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. മുഹമ്മദ് ഷഹീൻ ഷായുടെ ഉടമസ്ഥതയിലുള്ള മണവാളൻ യൂട്യൂബ് ചാനലിന് 1.5 മില്യണോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഇയാൾക്ക് നിരവധി ഫോളോവർമാരാണ് ഉള്ളത്. ന്യൂസ് 18 തൃശൂർ. അയൽവാസിയായ യുവതിയെ പ്രണയിച്ചതിന്റെ പേരിലാണ് ആലപ്പുഴ ആര്യാടുള്ള സനോജ് എന്ന യുവാവിന് ജീവൻ നഷ്ടമായത്. യുവതിയുടെ അച്ഛനും സഹോദരനും അടക്കമുള്ളവർ അതിക്രൂരമായാണ് ഈ യുവാവിനെ കൊലപ്പെടുത്തിയത്. പട്ടാപ്പകൽ നടുറോഡിൽ വെച്ച് വെട്ടിയും ഇരുമ്പ് കൂടം കൊണ്ട് നെഞ്ചടിച്ചു തകർത്തുമായിരുന്നു കൊലപാതകം. ഈ കേസിൽ അച്ഛനും മകനും ഉൾപ്പെടെ 7 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഇതിനു പുറമെ 1 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ജൂലൈ 4 നാടിനെ നടുക്കിയ കൊലപാതകം. ആര്യാട് സ്വദേശിയായ 28-കാരൻ സനോജ് പെയിന്റിംഗ് പണിക്ക് ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ റൂറൽ ആശുപത്രിക്ക് സമീപം റോഡിൽ വെച്ച് പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. നടു റോഡിൽ വെട്ടേറ്റ് വീണ സനോജിനെ കൂടം കൊണ്ട് നെഞ്ചിലടിച്ചാണ് കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ ശ്വാസകോശം തകർന്നിരുന്നു.
ഗുരുതരാവസ്ഥയിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സനോജിൽ നിന്ന് നോർത്ത് പോലീസ് അന്ന് മരണമൊഴിയും രേഖപ്പെടുത്തി. അയൽവാസിയും പ്രതികളിലൊരാളുമായ പ്രസാദിന്റെ മകളുമായി സനോജിനുണ്ടായിരുന്ന പ്രണയബന്ധമായിരുന്നു പകയ്ക്ക് കാരണം. കേസിൽ പ്രതികളായ കല്ലൂച്ചിറ വീട്ടിൽ പ്രശാന്തിന്റെ പിതാവ് പൊടിയനെന്ന് വിളിക്കുന്ന പ്രസാദ്, തുമ്പോളി വാർഡിൽ ബംഗ്ലാവ് പറമ്പിൽ കിരൺ ഡോട്രിക്സ്, ആര്യാട് 16-ാം വാർഡിൽ കറുപ്പശ്ശേരിയിൽ അജിലാൽ, മാരാരിക്കുളം മണിമംഗലം വീട്ടിൽ ജോസ് ആന്റണി, ആര്യാട് 14-ാം വാർഡിൽ പൊക്കാലയ്ക്കൽ അപ്പു, തുമ്പോളി കൊടിവീട് പറമ്പിൽ ഫിനിസ്റ്റൻ നെറ്റോ എന്നിവരെയാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി എസ് ഭാരതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. ഇതിലൊരു പ്രതിയെ പിടിക്കുന്നതിന് പോലീസിൻ്റെ ഭാഗത്ത് കാലതാമസം ഉണ്ടായി എന്ന് പറഞ്ഞ് അന്നത്തെ MLA തോമസ് ഐസക്കിന് മുമ്പായി മരണപ്പെട്ട സനോജിൻ്റെ വീട്ടുകാർ ഒരു അപേക്ഷ കൊടുത്തതിന് തുടർന്ന് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുകയും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP വിനോദുള്ള 5-ാം പ്രതിയെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് കോടതിയിൽ കുറ്റപത്രം കൊടുക്കുകയാണ്. 10 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിധി ഉണ്ടായത്. നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇതിലെ പല പ്രതികളും ആൻറ്റി സോഷ്യൽസാണ്, മറ്റ് കേസുകളിൽപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് ഇങ്ങനെയൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളത് ഒരു നേട്ടമാണ്. ജീവപര്യന്തത്തിന് പുറമെ ഓരോ ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. പിഴത്തുകയിൽ 5 ലക്ഷം രൂപ കൊല്ലപ്പെട്ട സനോജിന്റെ മാതാപിതാക്കൾക്ക് നൽകുവാനും കോടതി നിർദ്ദേശിച്ചു. കേസിൽ ക്രൈംബ്രാഞ്ച് DYSP വിനോദ് പിള്ളയാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ SA ശ്രീമോൻ, അഭിഭാഷകരായ നാരായൺ G, അശോക് നായർ, ദീപ്തി കേശവ് എന്നിവർ കോടതിയിൽ ഹാജരായി. അന്ന് സബ് ഇൻസ്പെക്ടറായിരുന്ന T രാജേഷ്, CPO മാത്യു ജോർജ് എന്നിവരാണ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചത്. ന്യൂസ് 18 ആലപ്പുഴ. തൃശൂരിൽ അമ്മയും മകനും വീടിനുള്ളിൽ മരിച്ച നിലയിൽ. പല്ലൻ വീട്ടിൽ 48-കാരനായ പ്രവീൺ, അമ്മ 78 വയസ്സുള്ള മെറീന എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾക്ക് ഒരാഴ്ചയോളം പഴക്കമുള്ളതായാണ് നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരൂവെന്ന് പോലീസ് അറിയിച്ചു. തൃശൂർ നഗരത്തിലെ എരിഞ്ഞേരി അങ്ങാടിയിലാണ് സംഭവം. വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ പ്രദേശത്തുള്ളവർ നടത്തിയ പരിശോധനയിലാണ് മരണവിവരം അറിയുന്നത്. ഉടൻ തൃശൂർ ഈസ്റ്റ് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ വീടിന്റെ എല്ലാ വാതിലുകളും അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. മുറിക്കുള്ളിൽ കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ് മെറീനയുടെയും മകൻ പ്രവീണിന്റെയും മൃതദേഹം കണ്ടെത്തിയത്. മെറീനയ്ക്ക് 78 വയസ്സും പ്രവീണിന് 48 വയസ്സുമായിരുന്നു. വാതിലുകൾ അകത്തുനിന്നും പൂട്ടിയ നിലയിൽ ആയതിനാൽ ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രവീണിന്റെ സഹോദരൻ വിദേശത്തും സഹോദരി തൃശൂരിൽ മറ്റൊരിടത്തും താമസിക്കുകയാണ്. പ്രവീണും മെറീനയും മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസം. മൃതദേഹങ്ങൾക്ക് ഒരാഴ്ചയോളം പഴക്കമുള്ളതായാണ് കരുതുന്നത്. പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്ത് പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരൂവെന്ന് പോലീസ് അറിയിച്ചു. ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിലേക്ക് നയിക്കാനുണ്ടായ കാരണവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 തൃശൂർ. കൊച്ചി സ്വദേശിയിൽ നിന്ന് 4.5 കോടി രൂപ തട്ടിയെടുത്ത സൈബർ തട്ടിപ്പ് സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. കൊൽക്കത്ത സ്വദേശി രംഗൻ ബിഷ്ണോയിയെ എറണാകുളം സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ വിമാനമാർഗം കൊച്ചിയിലെത്തിച്ചു. ഈ കേസിൽ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വെർച്വൽ അറസ്റ്റ് ഭീഷണിയിലൂടെ കൊച്ചി സ്വദേശിയായ യുവതിയിൽ നിന്ന് 4 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് മുഖ്യ സൂത്രധാരൻ രംഗൻ ബിഷ്ണോയ് പോലീസിന്റെ പിടിയിലായത്.
ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ കൊണ്ടോട്ടി സ്വദേശികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊൽക്കത്തയിൽ നിന്ന് സാഹസികമായി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കൊൽക്കത്തയിൽ ഇരുന്നാണ് രംഗൻ തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകിയത്. തട്ടിപ്പിന് വേണ്ടിയുള്ള ബാങ്ക് അക്കൗണ്ടുകൾ സംഘടിപ്പിച്ചു നൽകിയത് കൊണ്ടോട്ടി സ്വദേശികളായിരുന്നു. കേസിൽ കേരളത്തിൽ നിന്നുള്ള പ്രതികളുടെ സഹായം ലഭിച്ചിരുന്നതായി പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടോട്ടി സ്വദേശികളായ 2 പേരെ പോലീസ് പിടികൂടിയത്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൈബർ തട്ടിപ്പ് റാക്കറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രംഗൻ ബിഷ്ണോയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിരവധി സൈബർ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് സൂചന. ഇതിനായി പല മലയാളി യുവാക്കളെയും ഇവർ ഉപയോഗിച്ചിരുന്നു. ഈ സംഘങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്താനാണ് സൈബർ പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. മലപ്പുറത്ത് വൻ ലഹരിമരുന്ന് വേട്ട. 510 ഗ്രാം MDMAയുമായി 2 പേരെ പോലീസ് പിടികൂടി. കാളികാവ് സ്വദേശി മുഹമ്മദ് ഷബീബ്, ചെമ്മാട് സ്വദേശി അബൂ താഹിർ എന്നിവരാണ് പിടിയിലായത്. 2 നടിമാർക്ക് നൽകാനാണ് ലഹരിമരുന്ന് എത്തിച്ചതെന്നാണ് മുഖ്യപ്രതിയായ ഷബീബ് പോലീസിന് നൽകിയ മൊഴി. നടിമാർ ആരെന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. രാത്രി അഴിഞ്ഞിലത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഷബീബ് പിടിയിലാകുന്നത്. കാറിൽ 510 ഗ്രാം MDMA ആണ് ഉണ്ടായിരുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സംഘവും വാഴക്കാട് പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടുന്നത്. പിടിച്ചെടുത്ത ലഹരിമരുന്ന് ഒമാനിൽ നിന്നെത്തിച്ചതും വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്നതുമായ വീര്യം കൂടിയ സെമി ക്രിസ്റ്റൽ രൂപത്തിലുള്ളതാണ്. ഒമാനിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷബീബ് 2 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. അവിടെയുള്ള സുഹൃത്തുക്കൾ മുഖേന നാട്ടിലെ ന്യൂ ഇയർ പാർട്ടികൾ ലക്ഷ്യം വെച്ച് കൊച്ചി, ഗോവ എന്നിവിടങ്ങളിൽ വിൽപ്പന നടത്തി അമിത ലാഭമുണ്ടാക്കാനായി നാട്ടിലെത്തിച്ചതാണ് ലഹരിമരുന്ന്. വിദേശ നിർമ്മിത ലഹരിമരുന്നിന് ആവശ്യക്കാർ കൂടുതലാണെന്നും പോലീസ് പറയുന്നു. ലഹരിമരുന്ന് നാട്ടിലെത്തിച്ച ശേഷം വിദേശത്ത് നിന്ന് അറിയിക്കുന്നതനുസരിച്ച് ആവശ്യക്കാർക്ക് കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. ഇന്നലെ വൈകുന്നേരം നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിറ്റക്ഷൻ നടന്നിരിക്കുന്നത്. വാഴക്കാട് പോലീസ് സ്റ്റേഷനിലുള്ള ഒരു റിസോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഒരു പാസഞ്ചറിൽ നിന്ന് അതിൽ ബാഗടക്കമുള്ള 510 ഗ്രാമാണ് എക്സാക്ട്ലി കിട്ടിയിരിക്കുന്നത്. ഇത് പ്രാഥമികമായിട്ട് ഇതിനകത്തൊരു പ്രതി കൊണ്ടുവന്ന പ്രതി മുഹമ്മദ് ഷബീബ്, അയാൾ കസ്റ്റഡിയിലാണ്. കൂടുതലായിട്ട് ഇനി സോഴ്സിലേക്കും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ആംഗിളിലുള്ളതും കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അതടക്കമുള്ള അന്വേഷണം ഇപ്പോഴും ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു മേജർ ക്വാണ്ടിറ്റി ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണ ടീമുകളിപ്പം പുറത്തുണ്ട്. തുടർന്നുള്ള അന്വേഷണം കണ്ടിന്യൂ ചെയ്തതിനു ശേഷം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താനാണ്. ഒമാനിൽ നിന്നും വന്നയാളാണ് ചെമ്മാട് സ്വദേശി അബൂ താഹിർ. ഇയാളാണ് MDMA വിദേശത്ത് നിന്നും കൊണ്ടുവന്നത്. അബൂ താഹിറിൽ നിന്നാണ് ഷബീബ് രാസലഹരി ശേഖരിച്ചത്. ലഹരി മരുന്ന് 2 നടിമാരെ ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടാണ് നൽകിയതെന്നും നടിമാർ ആരാണെന്ന് അറിയില്ലെന്നും കൂടുതലൊന്നും തന്നോട് വെളിപ്പെടുത്തിയില്ലെന്നുമാണ് ഷബീബ് പോലീസിനോട് പറഞ്ഞത്. ഷബീബിന്റെ മൊഴിയിൽ എത്രമാത്രം വസ്തുതയുണ്ടെന്നും നടിമാർ ആരാണെന്നും അന്വേഷിച്ചു വരുന്നതായി പോലീസ് വ്യക്തമാക്കി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPS, നാർക്കോട്ടിക് സെൽ DYSP NOCB, മലപ്പുറം DYSP ഷിനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ SI ഷിജിൻ, ഡാൻസ് ഓഫ് സ്ക്വാഡ് SCPO അബ്ദുള്ള ബാബു, മുസ്തഫ എന്നിവരും വാഴക്കാട് പോലീസും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് വടകരയിൽ നിർത്തിയിട്ട കാരവാനിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിഷപ്പുക ശ്വസിച്ചാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. വാഹനത്തിനുള്ളിലെ AC-യിൽ നിന്നുള്ള വാതക ചോർച്ചയാവാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. വാഹനത്തിലെ ജനറേറ്ററിൽ നിന്ന് പുറന്തള്ളിയ കാർബൺ മോണോക്സൈഡ് ആവാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മേധാവിയുടെ നേതൃത്വത്തിൽ കാരവാനിൽ വിശദ പരിശോധന നടത്തി. മരണത്തിൽ മറ്റു ദുരൂഹതകളില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.
തിങ്കളാഴ്ച രാത്രിയാണ് മലപ്പുറം വണ്ടൂർ സ്വദേശി മനോജിനെയും കാസർഗോഡ് സ്വദേശി ജോയലിനെയും കാരവനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസമായി കാരവൻ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ജോയൽ വാഹനത്തിന്റെ പിൻഭാഗത്തെ ബെർത്തിലും മനോജ് സ്റ്റെപ്പിലും മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു. പൊന്നാനിയിൽ കാരവൻ ടൂറിസം കമ്പനിയിലെ ഡ്രൈവറായ മനോജ് മലപ്പുറം വണ്ടൂർ വാണിയമ്പലം സ്വദേശിയാണ്. ഇതേ കമ്പനിയിലെ ജീവനക്കാരനാണ് ജോയൽ. എരമംഗലം സ്വദേശി നാസറിന്റേതാണ് വാഹനം. മരണം വിഷപ്പുക ശ്വസിച്ചാണ് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി പി നിതിൻ രാജ് പറഞ്ഞു. വാഹനത്തിലെ ജനറേറ്ററിൽ നിന്നും പുറന്തള്ളിയ കാർബൺ മോണോക്സൈഡ് ആവാനുള്ള സാധ്യതയുമുണ്ട്. വാഹന സംബന്ധമായ ഡ്രൈവറുടെ പരിചയക്കുറവും അപകടത്തിന് കാരണമായേക്കാമെന്നാണ് പോലീസ് നിഗമനം. ജനറേറ്റർ വാഹനത്തിന് ഉള്ളിൽ നിന്നാണ് പ്രവർത്തിപ്പിച്ചത്. ഇങ്ങനെ പ്രവർത്തിപ്പിക്കുമ്പോൾ മുഖവാഹനത്തിനുള്ളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ എന്നത് വിശദമായി പരിശോധിക്കും. ഇന്നലെ കരിമ്പനപ്പാലത്ത് വെച്ച് ഒരു കാരൻ വണ്ടിയിൽ 2 പേര് മരണപ്പെട്ട് കിടക്കുന്നതായി പോലീസ് കാണപ്പെടുകയും അതിന് ഇന്നലെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ഇന്നലെ ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റിൽ സമയത്ത് സയൻറ്റിഫിക് എക്സ്പേർട്ട്, ഫിംഗർ പ്രിൻ്റ്, ഡോഗ് സ്ക്വാഡ്, അതുപോലെ തന്നെ RTOൻ്റെ ടീം എല്ലാവരും ഉണ്ട്. ഇൻവെസ്റ്റിഗേറ്റ് മെഡിക്കൽ കോളേജിൽ ബോഡി അയക്കും. എൻ്റെ മരണകാരണം വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജ് അയക്കുന്നത്. വേറെ നിലവിലെ സാഹചര്യത്തൊന്നും കാണുന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് അത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് കൃത്യമായ വിവരം പറയാൻ പറ്റും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് മേധാവി സുജിത് ശ്രീനിവാസ്, അസിസ്റ്റന്റ് പ്രൊഫസർ അജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കാരവനിൽ പരിശോധന നടത്തി. കാരവന്റെ ജനറേറ്റർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും കാർബൺ മോണോക്സൈഡ് വാഹനത്തിനുള്ളിലേക്ക് കടക്കാനുള്ള സാധ്യതയുമാണ് പരിശോധിച്ചത്. ന്യൂസ് 18 വടകര. തമിഴ്നാട്ടിലെ കുപ്രസ്ഥ മോഷണ സംഘമായ ഇറാനി ഗ്യാങ് അംഗങ്ങൾ ഇടുക്കിയിൽ അറസ്റ്റിൽ. നെടുങ്കണ്ടത്തെ സ്വർണ്ണക്കടയിൽ മോഷണം നടത്താനുള്ള ശ്രമത്തിനിടെയാണ് 2 പേർ പിടിയിലായത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരവധി കേസുകളിൽ പ്രതികളാണ് പിടിയിലായവർ. മധുര പേരയൂർ സ്വദേശികളായ ഹൈദ്, മുബാറക് എന്നിവരെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം പടിഞ്ഞാറക്കവരയിലെ സ്റ്റാർ ജുവൽസിൽ ആഭരണങ്ങൾ വാങ്ങാനെന്ന വ്യാജേനയാണ് ഹൈദറും മുബാറക്കും എത്തിയത്. ആഭരണങ്ങൾ കാണുന്നതിനിടെ ഹൈദർ സ്വർണം സൂക്ഷിച്ചിരുന്ന ഒരു പാക്കറ്റ് കൈക്കലാക്കി. സംഭവം ശ്രദ്ധിച്ച ഉടമ ഉടൻ തന്നെ ഇയാളെ പിടികൂടി. ഈ സമയം കൂടെ ഉണ്ടായിരുന്ന മുബാറക് കടയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. രണ്ട് ആൾക്കാർ 2 മണിക്ക് ശേഷം കയറി വന്നു. ഞാനോടത്ത് ഹിന്ദിക്കാരായിരിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷെ അവർ സംസാരിച്ചത് തമിഴാണ് സംസാരിച്ചത്. അവർ ഇതുപോലെ 2 കടുക്കം വേണമെന്നും പറഞ്ഞാൽ വന്നത്. അപ്പോൾ ഞാൻ കടുക്കം കാണിച്ചു കൊടുത്തു. ഈ ട്രേയുടെ അകത്തിരിക്കുന്ന സാധനം ഞാൻ നമ്മുടെ കൗണ്ടറിൻ്റെ മുകളിൽ ഡിസ്പ്ലേയിൽ വെച്ച് കാണിച്ചപ്പോൾ അവർ അത് വേണ്ട, ആ മോഡൽ തന്നെ വേറെ വേണമെന്നും പറഞ്ഞ് കുറേ ഞാൻ തിരഞ്ഞു. ലഭിക്കാത്ത സാധനങ്ങൾ തപ്പുന്ന കൂട്ടത്തിൽ ഇവൻ ആ ഗ്ലാസിൻ്റെ പുറത്ത് നിന്ന് ഒരു പാക്കറ്റ് എടുത്ത് അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലേക്കാക്കി. പിന്നെ ഞാൻ പെട്ടെന്ന് കയറി കൈക്കറി പിടിച്ചു. പാൻറ്റിൻ്റെ പോക്കറ്റിൽ സാധനം എടുത്തതിന് ശേഷം ഞാൻ അവിടെ കൈക്ക് പിടിച്ച് എൻ്റെ കൗണ്ടറിൻ്റെ ഡോറ് തുറന്ന് അവിടെ സോഫയെ കൊണ്ട് വെച്ചിരുന്നു. ബസ് മാർഗം തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച മുബാറക്കിനെ ശാന്തൻപാറ പോലീസാണ് പിടികൂടിയത്. തമിഴ്നാട്ടിലെ ഈറോഡ് പോലീസ് സ്റ്റേഷനും അതുപോലെ തെങ്കാശി പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ സ്റ്റേഷനിലെത്തിയ ആൾക്കാരെ കേസുള്ളതായി ഈറോഡ് സെൻട്രൽ ജയിലിലും തെങ്കാശി സബ് ജയിലിലും മറ്റും കടന്നതായിട്ടും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. തുടർന്ന് തമിഴ്നാട് പോലീസുമായിട്ട് നമ്മളിപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി സ്നാച്ചിങ് കേസുകൾ പ്രതിയാണെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. നിരവധി കവർച്ചകൾ നടത്തിയിട്ടുള്ള തമിഴ്നാട് ഇറാനി ഗ്യാങ്ങിലെ അംഗങ്ങളാണ് അറസ്റ്റിലായവർ. 2-3 പേരടങ്ങുന്ന ചെറു സംഘങ്ങളായി തിരിഞ്ഞാണ് ഇവരുടെ മോഷണം. തമിഴ്നാട്, കർണാടക തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ ഇറാനി ഗ്യാങ് സമാനമായ നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതാനും നാളുകൾക്ക് മുൻപ് കോട്ടയത്തും രാജാക്കാട്ടിലും ജുവലറികൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയത് ഇതേ സംഘമാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
ദക്ഷിണേന്ത്യയിൽ നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുള്ള ഇറാനി ഗ്രൂപ്പ് അംഗങ്ങളാണ് നെടുങ്കണ്ടം പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഇവർ മോഷണ പരമ്പരകൾ നടത്തിയിട്ടുള്ളത്. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ ഹൈദരാബാദ് പോലീസ് നടൻ അല്ലു അർജുനെ 3.5 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. യുവതി മരിച്ച സംഭവം അടുത്ത ദിവസമാണ് അറിഞ്ഞതെന്ന മറുപടിയാണ് അല്ലു അർജുൻ ആവർത്തിച്ചത്. ആരാധകരെ കൈകാര്യം ചെയ്ത നടന്റെ ബൗൺസർ ആന്റണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിക്കിലും തിരക്കിലും യുവതി മരിച്ചത് അറിഞ്ഞിട്ടും തിയേറ്ററിൽ നിന്ന് പോകാൻ കൂട്ടാക്കാതെ അല്ലു അർജുൻ സിനിമ കാണൽ തുടർന്നുവെന്ന് പോലീസ്. യുവതി മരിച്ച വിവരം അടുത്ത ദിവസം മാത്രമാണ് അറിഞ്ഞതെന്ന വാദം ആവർത്തിച്ച് അല്ലു അർജുൻ. തെളിവായി CCTV ദൃശ്യങ്ങൾ കാണിച്ചെങ്കിലും പഴയ നിലപാട് ആവർത്തിച്ചു നടൻ. ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ലെന്ന് പോലീസ്. പൂർണ്ണമായി സഹകരിച്ചത് അല്ലു അർജുന്റെ അഭിഭാഷകൻ. അഭിഭാഷക സംഘത്തിനും അച്ഛൻ അല്ലു അരവിന്ദിനുമൊപ്പം രാവിലെ 11:05 ചിക്കാടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നടനെത്തി. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് 2:45 നടൻ മടങ്ങി. തിയേറ്ററിലേക്ക് നടൻ വന്നത്. തിയേറ്ററിൽ തിക്കും തിരക്കും ഉണ്ടായത്. നടന്റെ ബൗൺസേഴ്സ് ആൾക്കൂട്ടത്തെ കൈകാര്യം ചെയ്ത രീതി. യുവതി മരിച്ച വിവരം തിയേറ്ററിൽ നിന്ന് മടങ്ങാൻ കൂട്ടാക്കാത്തത്. പ്രധാനമായും ഈ വിഷയങ്ങളിലായിരുന്നു പോലീസ് ചോദ്യങ്ങൾ. നടന്റെ ബൗൺസർ സംഘത്തിലെ പ്രധാനി ആന്റണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുഷ്പ 2-വിൽ പോലീസിനെ അപമാനിക്കുന്ന രംഗങ്ങളുണ്ടെന്ന് കോൺഗ്രസ് MLC നവീൻ രാജണ്ണ പരാതി നൽകി. ഡിസംബർ 4-ന് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ പുഷ്പ 2 പ്രീമിയറിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് 35-കാരി മരിച്ചത്. അവരുടെ 8 വയസ്സുകാരൻ മകൻ ആശുപത്രിയിൽ തുടരുകയാണ്. കേസിൽ നടൻ അല്ലു അർജുൻ 11-ാം പ്രതിയാണ്. നടനെതിരായ രാഷ്ട്രീയ പകപോക്കലാണ് കേസെന്നാണ് BJP ആരോപണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കട്ടപ്പനയിലെ വ്യാപാരി സാബു മുളങ്ങാശ്ശേരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 3 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി. സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിച്ചിരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി റജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജാമോൾ ജോസ്, ജൂനിയർ ക്ലർക്ക് ബിനോയ് തോമസ് എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ച പ്രത്യേക സംഘം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയത്. ഈ 3 ജീവനക്കാരെയും ബാങ്ക് ഭരണസമിതി സസ്പെൻഡ് ചെയ്തിരുന്നു. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിക്ഷേപം തിരികെ ചോദിച്ചതിനാണ് പ്രതികൾ സാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. ഇവർക്കെതിരെ കൂടുതൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.